ആ അമ്പോ ബേഗൊക്കെ അറിയാലോ, പേരൊക്കെ അറിയാലോ. ഈ വില നോക്കണ? അയ്യോ അത് നല്ല വിലയത് വേണ്ട. നോക്കാം നമുക്ക്, കുഴപ്പമില്ല. ഇതൊക്കെ പെട്ടെന്ന് തനി എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ നാശവും, ഇതൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞ് ഒക്കെ പോവും. ഇതേ മണിമണി ഇല്ലാത്തത് ഇത് തവിയുണ്ടല്ലോ, അത് പൗച്ച് പോലത്തെ ബേഗ് നോക്കിയേ. അങ്ങനത്തെ അല്ല, ഇങ്ങനത്തെ ബേഗ് വേണം സ്കൂളിലേക്ക്. അതില് കൊള്ളില്ല, ബുക്കൊക്കെ കൊള്ളണ്ടേ? അത് കുഴപ്പമില്ലല്ലോ. ശരി, വില നോക്കട്ടെ. കൊറേ വിലയാണെങ്കിൽ മേടിക്കണ്ട അല്ലേ? 2000 വരുന്നുണ്ട് നമുക്ക്. പിന്നെ വേറെ മേടിക്കും. ഈ റേറ്റ്സ് ഒക്കെ ഇതിനൊക്കെ എത്ര വരുന്നുണ്ട്? അതിനും വരുന്നുണ്ട് 2000. നമുക്ക് അത്രയും റേറ്റിന്റെ വേണ്ട അല്ലേ? അതിനൊക്കെ വരുന്നുണ്ട്. നമുക്ക് വേറെ സൈഡ് നോക്കാം. ടോയ്സ് നോക്കാനല്ലല്ലോ നമ്മൾ വന്നത്. ഏതാ? പർപ്പിള്, ഗ്രീനാ? ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു തനുവിൻ്റെ ബാക്ക് ടു സ്കൂൾ വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇന്നാണ് കേട്ടോ അതിന് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ വീട്ടിൽ നിന്ന് ചെറിയൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓർമ്മ വന്ന സാധനങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ഇട്ട് വെച്ചു. പിന്നെ ഞാനും തനും കൂടി അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ തൃശ്ശൂരുള്ള കല്യാണ ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെ കയറി വരുമ്പോൾ തന്നെ എല്ലായിടത്തും ഈ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തനുവിനാണെങ്കിൽ അത് കണ്ടപ്പോഴേക്കും ഇപ്പോൾ തന്നെ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് പോകും എന്നുള്ളൊരു മൈൻഡിലൊക്കെയാണ് ആളിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ മേലെ കയറി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരുവിധം എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ തനു ആദ്യം തന്നെ ഈ ഒരു ബോക്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ബോക്സുകളുണ്ട്, പക്ഷേ ഭംഗിക്ക് അനുസരിച്ചുള്ള റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ബോക്സിനൊക്കെ 400 രൂപ ആ ഒരു റേറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബോക്സിനൊക്കെ ഈ ഒരു റേഞ്ച് വരുന്നുണ്ട്. പിന്നെ നോർമൽ റേഞ്ചിൻ്റെ ബോക്സുകളും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ അധികം നോക്കിയില്ല. ഈ ഒരു സെക്ഷൻ കണ്ടപ്പോൾ തന്നെ ഇവിടെ കുറേ നേരം തന്നെ നോക്കി നിന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബേഗിൻ്റെ സെക്ഷനും പോയി. അവിടെ മൊത്തത്തിലൊക്കെ നോക്കി. ഇവിടെ റേറ്റ് കൂടിയതും റേറ്റ് കുറവിൻ്റെയും ബേഗുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടാണ്. പിന്നെ ഇവിടെ ലഞ്ച് ബോക്സ് ആയാലും വാട്ടർ ബോട്ടിലായാലും ഒക്കെ പലതരത്തിലുള്ളതുണ്ട്. പിന്നെ പെൻസിലുകൾ പല ടൈപ്പിലുള്ള പെൻസിലുകളുണ്ട്. പക്ഷേ തനുവിനൊക്കെ ഇങ്ങനത്തെ പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവളത് വെച്ച് കൂടുതലും കളിക്കുകയാണ് ചെയ്യുക. എഴുതാനായിട്ട് നോർമലായിട്ടുള്ള പെൻസിലായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പോൾ മൊത്തത്തിൽ ഇതൊന്ന് ഞങ്ങൾ നോക്കി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഞങ്ങൾ അപ്പോഴേക്കും തനുവിന് വിശപ്പായി. അങ്ങനെ ഞങ്ങൾ നേരെ ബർഗർ കഴിക്കാനായിട്ട് കയറി. വിശന്നപ്പോൾ പിന്നെ തനു വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ ബർഗർ കഴിച്ചു. ബർഗറും ഒരു ഷേക്കും പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തനുവിനാണെങ്കിൽ ഷോപ്പിംഗ് തുടങ്ങിയപ്പോൾ തന്നെ വിശപ്പ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ ആദ്യം ഹൈപ്പർ കല്യാണിൽ പോയി. പിന്നെ അവിടെ കുറച്ചൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് അവിടെ ഒന്നും സെറ്റാവില്ല. ഞങ്ങൾ പുത്തമ്പള്ളിയുടെ അവിടേക്ക് പോകാമെന്ന് വെച്ച് നിൽക്കുമ്പോഴേക്കും തനുവിന് വിശപ്പ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടെ ബർഗർ കഴിക്കാനായിട്ട് കയറി. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ പുത്തമ്പള്ളിയുടെ അവിടെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തനുവിന് ഈ ഒരു ബാഗ് കണ്ടപ്പോൾ തനുവിന് ഇഷ്ടമായി. പക്ഷേ ഈ ഒരു ബാഗിൻ്റെ കളർ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ മഴയൊക്കെ ആയി കാരണം പെട്ടെന്ന് തന്നെ ചെളിയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേറെ ടൈപ്പ് ബാഗ് നോക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വേറെ ഷോപ്പിൽ പോയിട്ട് വേറെ ബാഗ് മേടിച്ചു കേട്ടോ. അത് മേടിക്കുന്നത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. വേറൊരു കളർ ബാഗാണ് മേടിച്ചത്. പിന്നെ തനുവിന് ബ്ലാക്ക് ചെരുപ്പ് വേണമായിരുന്നു സ്കൂളിലേക്ക്. ഈ ഒരു മഴ സമയത്ത് ചെരുപ്പ് മതി പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഷൂവിൻ്റെ ഒക്കെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ബ്ലാക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലായിട്ടുള്ള സാധാ ബ്ലാക്ക് ചെരുപ്പ് പെട്ടെന്നൊക്കെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ളത് നോക്കി. അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ചു. പിന്നെ ലഞ്ച് ബോക്സ് വേണമായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് അല്ലാതെ ഉള്ളിൽ സ്റ്റീൽ വരുന്ന ടൈപ്പാണ് കേട്ടോ ഞാൻ നോക്കിയിരുന്നത്. അപ്പോൾ എനിക്ക് സ്ക്വയറിലുള്ളത് വേണമെന്നൊരു ആഗ്രഹം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നോർമലായിട്ടുള്ള ഒരു റൗണ്ടിലുള്ള ലഞ്ച് ബോക്സാണ് കേട്ടോ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് സ്ക്വയറിലുള്ളത് വേണമെന്നൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ലഞ്ച് ബോക്സ് മേടിച്ചു കേട്ടോ. കാണുന്നതല്ല, വേറെ ഒരു ലഞ്ച് ബോക്സാണ് മേടിച്ചത്. ഇതൊരു ബോക്സാണ് കേട്ടോ. ബോക്സ് ഇങ്ങനെ ഈ വട്ടത്തിൽ കറക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് ബോക്സ് മേടിച്ചു. പിന്നെ
ഇറേസർ, ഷാർപ്പനർ, പെൻസിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. മൊത്തത്തിൽ അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, ഈ സമയത്ത് മഴയുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. എന്നാലും പിന്നെ ഈ പെൻസിൽ അതൊക്കെ ഓരോന്ന് വാങ്ങിച്ചുള്ളൂ. കാരണം ഇതൊന്നും വെച്ചിട്ട് ശരിക്കും അങ്ങോട്ട് ഇവർക്ക് എഴുതാനായിട്ടൊന്നും പറ്റില്ല, അത് വെച്ച് കൂടുതലും കളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ അപ്സരയുടെ ഒരു സെറ്റ് പെൻസിൽ വാങ്ങിച്ചു. പിന്നെ തനുവിന് ഇത് ഓരോന്നൊക്കെ ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനത്തെ കാണുന്ന റബ്ബറും ഷാർപ്പനറൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതേ ഈ ഒരു എന്താ പറയുക, ബണ്ണ് വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഇത് ഈ ഒരു ടോയ് കണ്ടപ്പോൾ തന്നെ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞാൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് പിന്നെ വാങ്ങിച്ചില്ല. പിന്നെ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞങ്ങളുടെ ഉണ്ട്. ഇല്ലാത്ത സാധനങ്ങൾ ഞങ്ങൾ ലിസ്റ്റ് ഇട്ട് കുറച്ച് മേടിക്കുകയാണ് ചെയ്തത്. അല്ലാതെ അതുകൊണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല കേട്ടോ. പിന്നെ ഫാൻസി ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് ബണ്ണും സ്ലൈഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ. ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ വാങ്ങിച്ചിട്ടുള്ളതെന്ന് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് വാങ്ങിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുത്തിട്ടു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓൾറെഡി ഞങ്ങളുടെ ഉണ്ട്. ഇനി എല്ലാതും കൂടി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് തനുവിൻ്റെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം. അതുപോലെ എല്ലാവരും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു എന്നുള്ളതും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.